നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുണ്യമായ ചൈത്ര നവരാത്രി ദിനങ്ങൾ അവസാനിക്കുന്ന ഏപ്രിൽ 6-ാം തീയതി ഭാരതമൊട്ടാകെ ശ്രീരാമനവമി, അതായത് ശ്രീരാമ ജന്മോത്സവം ആഘോഷിക്കാൻ തയ്യാറാവുകയാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിലാണത്രേ ശ്രീരാമൻ ജനിച്ചത്. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ വരികൾ നമുക്ക് സ്മരിക്കാം. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചൈത്രമാസത്തിലെ നവമി തിഥി കർക്കിടക ലഗ്നത്തില് പുനർവസു, അതായത് പുണർദം നക്ഷത്രത്തിൽ സൂര്യൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ ശുഭസ്ഥാനത്ത്, അതായത് ഉച്ചസ്ഥരായിട്ട് നിൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കർക്കിടക രാശിയില് ചന്ദ്രനോടുകൂടെ വ്യാഴവും ചേർന്ന് നിൽക്കുന്ന സമയത്ത് കൗസല്യാതനയനായി ശ്രീരാമചന്ദ്രൻ ജനിച്ചു എന്ന്. ഇതിലെ കർക്കിടകം എന്ന് കണ്ടിട്ടാണോ എന്തോ അറിയില്ല, പലരും എന്നോട് പറയുണ്ടായിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കർക്കിടക മാസത്തിലാണെന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് കർക്കിടക രാശി എന്നാണ്. ശ്രീരാമചന്ദ്രന്റെ ജനനം ചൈത്രമാസം, അതായത് മലയാള മാസമായ മീനമാസത്തിലാണ് രാമനവമി വരാറുള്ളത്. എന്തുകൊണ്ടെന്നറിയില്ല, ഈ ശ്രീകൃഷ്ണ ജന്മോത്സവം പോലെ കേരളത്തിൽ ശ്രീരാമ ജന്മോത്സവം അത്ര വിപുലമായി ആഘോഷിക്കുന്നത് കാണാറില്ല. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് അതിവിപുലമായി തന്നെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശ്, അതുമാതിരി തമിഴ്നാട്ടിലൊക്കെ ഈ രാമനവമി ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും കല്യാണോത്സവമായിട്ടാണ് അത്രേ ആഘോഷിക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ രാമരാജ്യം കൊണ്ടുവരും എന്നൊക്കെ. എന്താണ് ഈ രാമരാജ്യം എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്? ആരാണ് ഈ രാമൻ? രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീരാമൻ. ധർമ്മമൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് രാമന്റെ ജീവിതം. തൻ്റെ രാജ്യാഭിഷേക ദിവസം അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി 14 വർഷത്തെ വനവാസം സന്തോഷത്തോടെ സ്വീകരിച്ച് ഉത്തമനായ ഒരു പുത്രന്റെ ധർമ്മം ശ്രീരാമചന്ദ്രൻ നമ്മെ പഠിപ്പിച്ചു. സർവചരാചരങ്ങളെയും സമഭാവനയോടെ ദർശിക്കുക എന്ന മനുഷ്യധർമ്മവും നാം ശ്രീരാമചന്ദ്രനിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിഷാദ രാജാവായ ഗുഹനോടുള്ള ശ്രീരാമന്റെ മൈത്രി, പക്ഷിശ്രേഷ്ഠനായ ജടായുവിനോടുള്ള കാരുണ്യം, മതംഗാശ്രമത്തിൽ രാമഭക്തിയിൽ നിമഗ്നയായ ശബരിയോട് കാണിച്ച ആ സ്നേഹവാത്സല്യം, ഭക്തയായ ശബരി തന്നെ അവിടെ പറയുന്നതായിട്ട് അധ്യാത്മരാമായണത്തിലുണ്ട്. ജ്ഞാനമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢ ജ്ഞാനതീനൊട്ടും അധികാരിണിയല്ലയല്ലോ എന്ന്. അതിന് ശ്രീരാമന്റെ മറുപടി ഇങ്ങനെയാണ്: പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ എന്ന്. അതായത് കന്മഷമില്ലാത്ത മനസ്സിലെ ഭക്തിയെ വേണ്ടുള്ളൂ. അതല്ലാതെ ഇത് പുരുഷനാണോ, സ്ത്രീയാണോ, ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, ഇതൊന്നുമല്ല, ഇനി മൃഗാണോ പക്ഷിയാണോ എന്നൊന്നും ഇതിൽ ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത്. രാക്ഷസ രാജാവായ രാവണനുമായി യുദ്ധം ചെയ്യാൻ വാനരശ്രേഷ്ഠനായിട്ടുള്ള സുഗ്രീവനുമായിട്ടാണ് സഖ്യം ചെയ്തത്. ഇതൊന്നും വേണ്ട, ശ്രീരാമ ഭക്തരിൽ പ്രഥമ ഗണനീയൻ ആരാണ്? വാനരശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാനാണ്. അതുപോലെ രാവണ സഹോദരനായിട്ടുള്ള രാക്ഷസനായ വിഭീഷണൻ ശരണാഗതനായി വന്നു ചേർന്നപ്പോൾ കാണിച്ച ആ കാരുണ്യഭാവം. ഇങ്ങനെ സർവഗുണ സമ്പന്നനായ ശ്രീരാമചന്ദ്രൻ യുഗങ്ങൾക്കപ്പുറം ഏകപത്നി വ്രതത്തോടെ ജീവിച്ച ആദർശ പുരുഷൻ തന്നെയല്ലേ? പതിവ്രതാരത്നമായ തൻ്റെ പത്നിയായ സീതാദേവിയെ
ജനതാൽപര്യത്തിനായി ഉപേക്ഷിക്കേണ്ടി വന്നത് രാജധർമ്മം നിറവേറ്റാനാണ്. ജനങ്ങളുടെ സന്തോഷത്തിന് തൻ്റെ സന്തോഷത്തേക്കാൾ വില നൽകിയ നിസ്വാർത്ഥനായ ഭരണകർത്താവിനെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഇങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആ ശ്രേഷ്ഠ വ്യക്തിത്വം തന്നെയാണ് ശ്രീരാമചന്ദ്രനെ മര്യാദാ പുരുഷോത്തമനാക്കിയത്. സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അയോധ്യയിൽ ജനിച്ച ശ്രീരാമസ്വാമിയെ ഭജിച്ച് ആ മൂല്യങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായാൽ അതായിരിക്കും ശ്രേഷ്ഠമായ ആരാധന. അതിന് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ